ഗോട്ട് ഓഫ് ഓൾ ടൈംസ്, അഭിനയത്തിന്റെ കുലപതി, മലയാള സിനിമയുടെ പുണ്യം, ദി പാട്രിയക് ഓഫ് മലയാള സിനിമ, സാക്ഷാൽ മമ്മൂട്ടി 4ാമത് ദേശീയ അവാർഡ് തൂക്കി. പോറ്റിയാണ് തൂക്കിയത്, കൊടുവൻ പോറ്റി. പലരും പറയാറുണ്ട് മമ്മൂട്ടിക്ക് 100 കോടിയില്ല 100 കോടിയില്ല 100 കോടിയില്ല എന്ന് പറയുമ്പം മമ്മൂട്ടി നേടുന്നതൊക്കെ വിസ്മയകരമായ നേട്ടങ്ങളാണ്. ഇത് മറ്റൊരു നടൻ നേടുമോ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ചോദ്യം. ഇത് മമ്മൂട്ടിക്കേ പറ്റൂ. 4ാം ദേശീയ അവാർഡ് നേടുന്നതോടുകൂടി മമ്മൂട്ടി ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടുന്ന മികച്ച നടനുള്ളത് ഏറ്റവും കൂടുതൽ നേടുന്നത് അമിതാഭ് ബച്ചനോടൊപ്പം നേടുന്നതിന് തുല്യമായിട്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അമിതാഭ് ബച്ചന് 4 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് 8 നാഷണൽ അവാർഡിൽ കൂടുതൽ കിട്ടാനുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു. പലവട്ടം തഴയപ്പെട്ടതാണ്. 3 നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് 4ാമൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത്. അർഹതയ്ക്കുള്ളത് എപ്പോഴായാലും തേടി എത്തും എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഉദാഹരണം. ഇതിന് ഏറ്റവും കൂടുതൽ കൈയടി കൊടുക്കേണ്ട ഒരാൾ രാഹുൽ സദാശിവനാണ്, ഇതിന്റെ ഡയറക്ടർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. 4 താരങ്ങൾ, എന്തും വേണ്ടി അവാർഡുകൾ വേദി, ഓസ്കാർ മ്യൂസിയത്തിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ അതുപോലെ ഗംഭീരമായിരുന്നു. ഈ സിനിമ ഒരാളും ഇത്രയും, കൊടുമ്പൊറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്ത് വിജയിപ്പിക്കത്തില്ല. ഇത് കൊമേഴ്സ്യലി സക്സസ് ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. ഇനി നേടാൻ അവാർഡുകൾ ഇല്ല, അത്രയും അവാർഡുകൾ വാരിക്കൂട്ടി. ഇത് മലയാളത്തിന്റെ അഭിമാന നിമിഷം മാത്രമല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന താരം വിസ്മയിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ബാക്കിയുള്ളവർക്കൊന്നും എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെറുപ്പക്കാരോട് ഉൾപ്പെടെ അല്ലെങ്കിൽ ബാക്കിയുള്ള താരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഇതുപോലൊരു നടൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് അഭിനയിച്ച് ഫലിപ്പിക്കുന്ന, അസൂയ വരുത്തുന്ന ഒരു അസാധാരണ നടൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് നേടിയ നടൻ, ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡ് നേടിയ നടൻ, ഇപ്പം ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയ നടൻ. ഇങ്ങനെ കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കാലത്തിന് മണ്ടയ്ക്ക് സഞ്ചരിക്കുന്ന ഒരേ ഒരു വിസ്മയം, നമുക്ക് ഉറപ്പിച്ചു പറയാം, മലയാളത്തിന്റെ പുണ്യം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനം മമ്മൂട്ടിക്ക്. അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ വരട്ടെ. ഒരുപാട് പരീക്ഷണങ്ങൾ വിജയിപ്പിക്കാനുള്ള ഏക നടനായി മമ്മൂട്ടി വീണ്ടും മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.